അമ്മയുണ്ട്, എൻ്റെ അച്ഛനും അമ്മയുണ്ട്. ഞാൻ എൻ്റെ വീടിൻ്റെ മോളില് അപ്സ്റ്റെയറില് ഒരു വീട് കയറ്റിയിട്ടാണ് താമസിക്കുന്നത്. താഴെ എൻ്റെ അച്ഛനും അമ്മയുണ്ട്. അപ്പോൾ അച്ഛൻ ഒരു 3 വർഷത്തോളമായിട്ട് ഓക്സിജൻ പേഷ്യൻ്റ് ആണ്. ഓക്സിജൻ ഇല്ലാണ്ട് അച്ഛനൊന്നും പറ്റില്ല. അതിലുപരി മരുന്നുകളാണെങ്കിൽ 5500 രൂപയോളം മരുന്നുകൾ വേണം. സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാലും അത്രയും മരുന്നുകൾ അത്യാവശ്യമാണ്. അപ്പോൾ എനിക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒന്നും ആവണില്ല. സാമ്പത്തിക സ്ഥിതി ആണെങ്കിൽ വളരെ മോശം. ആ സമയത്ത് കൊറോണയൊക്കെ ആയിട്ട് ഹസ്ബൻഡ് ഡ്രൈവറാണ്. അപ്പോൾ ഹസ്ബൻഡിന് വണ്ടി ഓടിക്കാൻ ഓട്ടങ്ങളില്ല, എവിടേക്കും പോകാൻ പറ്റാതിരിക്കുക. ആ സമയത്താണ് ബാലേട്ടൻ പറഞ്ഞത് ഇങ്ങനെ രശ്മിയുടെ ചേച്ചി കുറച്ച് പ്രൊഡക്റ്റ് RCMന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അത് സെയിൽ ചെയ്യാനും പറ്റും, വീട്ടിലേക്ക് ഉപയോഗിക്കാനും പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ രശ്മിയോട് പറഞ്ഞിട്ട് നമുക്കത് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രശ്മി മാഡം എൻ്റെ കടയിലേക്ക് വന്നു. കടയിലേക്ക് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ഒരു 10 രൂപയ്ക്ക് സഹായമാവും, നീ ഇത് ചെയ്തോ. ഞാൻ എന്തായാലും പ്രൊഡക്റ്റ് വീട്ടിലേക്ക് ഉപയോഗിക്കണുള്ളൂ, നീ നല്ല പ്രൊഡക്റ്റുകളാണ്, നീ അത് സെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തോ കുട്ടി, അത് നല്ല ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ വേണ്ടേന്ന് ചോദിച്ചു. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാം, പൈസയൊന്നും അല്ലൊരു പ്രശ്നം, അത് സെയിൽ ചെയ്യാനുള്ള മനസ്സുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലീഡറാണ് രജിത ടീച്ചറും സുഭാഷ് സാറും, ഞാൻ അവരുടെ അടുത്ത് പറയാം, ടീച്ചറോട് ഇങ്ങോട്ട് വരാൻ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നോളാൻ പറഞ്ഞു. ഇപ്പൊ കടയിലാണെങ്കിൽ ഒരുപാട് തിരക്കുള്ള കടയാണ്. അമലയുടെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരുപാട് പേഷ്യന്റും തിരക്കുകളും ഉള്ളത് ഹോൾസെയിലും റീറ്റെയിലും ഉള്ള ഒരു കടയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ടീച്ചർ ഒരു ദിവസം വന്നിട്ട് ടീച്ചർ എന്നോട് ചോദിച്ചു, ഈ പ്രൊഡക്റ്റുകളൊക്കെ ആദ്യം പരിചയപ്പെടുത്തി തന്നു. ടീച്ചറുടെ കയ്യിൽ ഒരുപാട് പ്രൊഡക്റ്റ് ആദ്യം വുമണൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഡെയിലി ഉപയോഗിക്കാവുന്ന, വീട്ടിൽ ഉപയോഗിക്കാവുന്നത്, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്നത്, അങ്ങനെയായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ ആദ്യം ടീച്ചർ പറഞ്ഞു തന്നു. ടീച്ചർ എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ടീച്ചർ ഒരു കുട്ടിയുടെ അടുത്ത് പറയണ പോലെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഇതിങ്ങനെ ഓരോന്നും എന്നതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ ഇത്രയും പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഷീബയ്ക്ക് ഇതിൽ ഏതാണോ എടുത്തിട്ട് ഇപ്പോ പെട്ടെന്ന് വരുമാനമാക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് സെയിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ടീച്ചറുടെ അടുത്ത് ചോദിച്ചു, ഇത് സെയിൽ ചെയ്യണമെങ്കിൽ പൈസ വേണ്ടേ, ഇത്രയും എത്ര രൂപയ്ക്ക് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഡിസ്കൗണ്ട് കാർഡ് എടുക്കേണ്ട കാര്യമാണ് ടീച്ചർ പറഞ്ഞത്. 2000 രൂപ ഉണ്ടായി കഴിഞ്ഞാൽ ജോയിനിങ് ആക്കാം. അപ്പൊ നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ പിന്നെ തുടർച്ചയായിട്ട് വാങ്ങി സെയിൽ ചെയ്തുകൊണ്ടിരിക്കാനും പറ്റും. അപ്പോൾ കമ്പനി റേറ്റില് ഷിബയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, ടീച്ചറെ എനിക്ക് ഇത് എടുക്കാനുള്ള പൈസ ഇല്ല, എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പൈസ ഒരു വിഷയമാക്കരുത്, പൈസ എത്ര വേണമെങ്കിൽ ഞങ്ങൾ എടുത്തു തരാം, സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുത്ത് സെയിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സെയിൽ ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർ സുഭാഷ് സാറും കൂടിയിട്ട് എനിക്ക് ആമിസ് RCM എന്ന ഫോട്ടോയിലുള്ള ഒരു കട പരിചയപ്പെടുത്തി തന്നു. അവിടേക്ക് ആദ്യം ഞാൻ അങ്ങോട്ടാണ് പോയത്. അവിടെ പോയി പർച്ചേസ് ചെയ്തപ്പോൾ ടീച്ചർ പറഞ്ഞ സാധനങ്ങളൊന്നും ഞാൻ പർച്ചേസ് ചെയ്തില്ല. കാരണം വുമണും ഇതൊന്നും എനിക്ക് അറിയണില്ല. അപ്പോൾ എന്താ വെച്ചാൽ പറ്റണത് എന്താ വെച്ചാൽ നോക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റണത് എന്താന്ന് വെച്ചാൽ നോക്കിയിട്ടാണ് എടുത്ത് സെയിൽ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ സെയിൽ ചെയ്യാൻ എടുത്ത സാധനങ്ങള് നമ്മുടെ വീട്ടിലേക്കുള്ള സോപ്പും പൊടി, പേസ്റ്റ്, പിന്നെ ആട്ടപ്പൊടി, ഇതൊക്കെയാണ് ഞാൻ ഫസ്റ്റ് എടുത്തത്. ബിസ് കട്ടയൊക്കെ ഒരു 50 എണ്ണം, ബിക്സ് ഡിഷ് വാഷ് 50 എണ്ണം, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഞാൻ ആദ്യം എടുത്തത്. അത് ഓരോ വീട്ടുകളിലും കൊടുത്ത് 2000 രൂപയുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശനിയാഴ്ച വൈകുന്നേരം പോയിട്ടാണ് ഞാൻ ഹസ്ബൻഡും പോയിട്ട് എടുത്തത്. അത് ഞായറാഴ്ച തന്നെ അത് മൊത്തം ഞാൻ സെയിൽ ചെയ്തു. ഫസ്റ്റ് 2000 രൂപയുടെ സാധനം ഞാൻ അത് സെയിൽ ചെയ്തു. പിറ്റേ ദിവസത്തേക്ക് എനിക്ക് അത് കൊടുക്കാനായിട്ടുള്ള സാധനങ്ങൾ ഇല്ല. കൊണ്ടു ചെല്ലുമ്പോൾ ഓരോരുത്തർ ചോദിക്കും എന്താ, എല്ലാവർക്കും പിന്നെ ആ വീടിന്റെ അടുത്തുള്ളവരായതുകൊണ്ട് എല്ലാവർക്കും അറിയാം, വീട്ടിലെ സിറ്റുവേഷൻ അറിയാം. അപ്പൊ അവര് കുറെ ആൾക്കാര് പ്രൊഡക്റ്റ് നല്ലതാണോ എന്നൊന്നും നോക്കില്ല, കുറെ ആൾക്കാര് നമ്മുടെ സഹതാപമായിട്ട് അത് വാങ്ങിക്കും.
വാങ്ങിച്ച് ഉപയോഗിക്കും. ചില ആൾക്കാർ ചോദിക്കും ഈ 10 രൂപയുടെ സോപ്പിനായാലും കണക്ക് പറയണവരുണ്ട്. ഇത് എന്താ ഈ സോപ്പിന് ഇപ്പൊ എന്താ പ്രത്യേകത അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ ഈ സോപ്പിന്റെ പ്രത്യേകത ഈ സോപ്പിന് തന്നെയുള്ളൂ എന്ന് ഞാൻ പറയും. അത് എനിക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാനല്ലേ അറിയണ്ടായിരുന്നുള്ളൂ, ഒന്നും അറിയില്ല. സോപ്പിന്റെ കണ്ടന്റ് എന്താ, സോപ്പിൽ എന്താ, ഇതൊന്നും അറിയില്ല. അപ്പൊ ഞാൻ പറയും നിങ്ങളുടെ ഈ സോപ്പ്, ഒരു വീട്ടിലിരിക്കണ്ടായിരുന്ന സോപ്പ് ഒരു സൂര്യ സോപ്പായിരുന്നു. അപ്പൊ ഞാൻ പറയാം ഈ സോപ്പ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോണില്ലേ, ഞങ്ങളുടെ സോപ്പ് പൊടിഞ്ഞു പോവില്ലേ, ഈ 10 രൂപ നിങ്ങൾക്ക് ഒരു നഷ്ടം വരില്ല. ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്തും പറഞ്ഞ് ഞാൻ അങ്ങനെ കൊടുത്ത് പിന്നെ എനിക്ക് സെയിൽ ചെയ്യാൻ ഒരു ഹരം പോലെ തന്നെയായിരുന്നു. അത് ഞായറാഴ്ച ആവുക, അത് സോപ്പും പൊടി എടുക്കുക, ഇതാക്കുക. ഇപ്പൊ ഞാൻ കൊടുക്കണ വീട്ടുകാരുടെ വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RCM സോപ്പും പൊടി തന്നെ ഉള്ളൂന്നാണ്. കാരണം ഇത് ഞാൻ വേറെ ഒന്നും പഠിക്കണില്ല. എൻ്റെ അടുത്ത് എൻ്റെ ലീഡർമാരെ പറയും പഠിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിങ്ങിന് വരുമോ എന്ന് പറയും. എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി നിൽക്കും. അപ്പൊ പറയും സുഭാഷ് സാറ് പറയും 5000 PV തുടർച്ചയായിട്ട് ചെയ്ത് കൊണ്ട് പോവാനുള്ള വഴി ചെയ്തോളൂ എന്ന് പറയാം. അപ്പൊ 5000 PV ചെയ്തു. 5000 PV എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ലീഡേഴ്സിന് മനസ്സിലായി. എനിക്ക് പറ്റും എന്ന് എനിക്ക് തോന്നണുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ കുറച്ച് വക സാധനങ്ങൾ എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടെങ്കിലും എനിക്ക് സമയമില്ലായിക ഒരുപാട് പ്രശ്നങ്ങളാണ്. കാരണം എൻ്റെ അച്ഛൻ തന്നെയാണ്, അച്ഛന്റെ കാര്യങ്ങള് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനൊന്ന് വയ്യാണ്ടാവുമ്പോഴേക്കും അമ്മ വിളിക്കും, അച്ഛന് ശ്വാസം കിട്ടാത്ത പോലെ കാണിക്കുമ്പോ. അപ്പൊ ഇത്തിരി ധൈര്യം എനിക്കാണല്ലോ എന്നുള്ളതാണ്. അവര് മെഡിക്കൽ ഷോപ്പിൽ വേണല്ലോ, അപ്പൊ അങ്ങനെ ഞാൻ ഇതാവും. പിന്നെ അച്ഛനാണെങ്കിലും ഞാൻ അടുത്തുണ്ടെങ്കിലാണ് ആശ്വാസം. അപ്പൊ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ ഇതൊന്നും നോക്കിയില്ല. എനിക്കാണെങ്കിൽ ഡ്രൈവിംഗ് അറിയില്ല. 2 കൈകളിലും ഹസ്ബൻഡിനാണെങ്കിൽ ഞായറാഴ്ച ദിവസം വാടകയും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ബിസ് കട്ടി, മിക്സി, വാഷും, ടോയ്ലറ്റ് ക്ലീനറും, ഫ്ലോർ ക്ലീനറിന്റെ ഒക്കെ വെയിറ്റ് നമ്മള് അറിയാലോ. അപ്പൊ അത് 2 സഞ്ചിയിലുമായിട്ട് തൂക്കി പിടിച്ചിട്ടാണ് ഞാന്. ഭയങ്കര വെയിറ്റ് ആയിരിക്കും. പക്ഷെ അത് ഒരു പകുതി ഒരു 10 വീട് അപ്പുറം കൊണ്ടുവയ്ക്കും. എന്നിട്ട് അതെന്ന് എടുക്കും, ഒരു കവറിലേക്ക് ഇടും, സെയിൽ ചെയ്യും, അങ്ങനെ. അപ്പൊ അതിന്റെ ഇടയില് ചില വീട്ടുകാർ എന്നോട് പറയും ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പറയും വീണ്ടും കൊണ്ടുവന്നോളാൻ പറയും. അപ്പൊ സന്തോഷമായി. 1 മാസം 2 മാസം കഴിഞ്ഞിട്ട് ഒരാഴ്ച ഒരു വീടിന്റെ വഴിക്ക് ഭാഗത്തേക്ക് പോയി വെച്ചാൽ പിന്നത്തെ ആഴ്ച വേറെ ഭാഗത്തേക്ക് പോണേ. 4-5 വഴികളിലൂടെ പോയി ഒരു 120 വീടുകളിൽ ഞാൻ ഈ RCM സോപ്പും പൊടി മാത്രമായിട്ട് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ വഴിക്ക് പോവാനായിട്ട് പറ്റില്ല. ഏതെങ്കിലും ഒരാഴ്ച അത് ഇതാവും. അപ്പൊ അവര് പറയും കുട്ടീനെ കണ്ടില്ലല്ലോ. ആ കുട്ടിയോടും അവരും വിചാരിക്കണത് എന്താന്ന് വെച്ചാൽ ആ സോപ്പ് വിൽക്കണ കുട്ടി അങ്ങനെയാണ്. ആ സോപ്പും പൊടിയും കൊണ്ടുവരുന്ന കുട്ടീനെ കാണാനില്ലല്ലോ എന്നാണ് അവര് പറയുക. അപ്പോഴേക്കും ഞാനത് കൊണ്ടുകൊടുക്കും. കാര്യങ്ങള് അവരുടെ അടുത്ത് പറയും ഇതല്ല, ഇനിയും പ്രൊഡക്റ്റുകൾ ഉണ്ട് കേട്ടാ, എനിക്ക് പറഞ്ഞു തരാൻ അറിയാണ്ടാണ്, ഞാൻ അതിന്റെ ഒരു പുസ്തകം കൊണ്ടുവരാം, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് നിങ്ങളത് അവരോട് വായിച്ച് പഠിച്ചോളാൻ പറയും. എനിക്ക് പഠിക്കാനോ പറഞ്ഞു കൊടുക്കാനോ ഞാൻ ചെയ്യണില്ല, എന്റെ തെറ്റുകളാണ് അതൊക്കെ. അപ്പം എന്റെ അടുത്ത് ഒരു പ്രാവശ്യം സുഭാഷ് സാറ് പറയണ്ടായി 5000 PV ഇങ്ങനെ സുഖമായിട്ട് ചെയ്യണ്ടല്ലോ, അപ്പൊ അതൊരു 10000 PV ആക്കി ചെയ്യാ എന്ന് പറഞ്ഞു. പിന്നെ ഒരു വട്ടം അങ്ങനെ ഞാൻ ചെയ്യാൻ പറ്റി. അപ്പോഴേക്കും ഹോസ്പിറ്റൽ കേസായി. അച്ഛന്റെ ഹോസ്പിറ്റൽ കേസ്, എനിക്കുള്ള ഹോസ്പിറ്റൽ കേസ്, അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലുമായാണ് എൻ്റെ വീട് മൊത്തത്തില്. അപ്പം പിന്നെ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞപ്പോ സാറ് പറഞ്ഞു എന്നോട് 20000 PV ആയിട്ട് ചെയ്യാൻ പറഞ്ഞു. സാറ് ചെയ്യാൻ പറഞ്ഞത് 20000 PV ചെയ്യാൻ പറഞ്ഞത് എന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ടും എനിക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് സാറ് പറഞ്ഞത്. പക്ഷെ എനിക്ക് അപ്പോഴും പറ്റിയ തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാറ് എന്താ ഞാൻ ഇത്രയും കെട്ടി വലിച്ച് സോപ്പും പൊടി സാധനങ്ങൾ കെട്ടി ഭാരം വലിച്ചിട്ട് ഇനിയും എന്നോട് ഇത് സെയിൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് എങ്ങനെയാ കൊടുക്കുക ഇത്രയും സാധനങ്ങള്. ഇത് സാറിന് എന്തെങ്കിലും കമ്മീഷനുള്ള കാര്യമാവും എന്നാണ് ഞാൻ അപ്പോ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യം. പക്ഷെ അന്ന് ഞാൻ ശരിക്കും അങ്ങനെ വിചാരിച്ചു. ഞാൻ ഓപ്പണറായി ഒരു 3 വർഷം മുന്നേ ഞാൻ ഓപ്പണർ ഈ സോപ്പും പൊടിയും കൊടുത്തിട്ടാണ് ഞാൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതവിടെ ഇട്ടു. പിന്നെ വീണ്ടും 5000 PVയിലേക്ക് തന്നെ വന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റൽ കേസ് കാരണം കൊണ്ടാണ് വീണ്ടും ഈ 5000 PVയിലേക്ക് എനിക്ക് മാറേണ്ടി വന്നത്. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ ഈ അടുത്ത് ഒരു 6 മാസം, ഏകദേശം 6-7 മാസം മുന്നേ നമ്മുടെ രശ്മി മാഡത്തിന്റെ നിവേദ്യം എന്ന RCM ഷോപ്പിലേക്ക് ഗിരീഷ് സാർ വരികയുണ്ടായി. ഗിരീഷ് സാർ വന്നപ്പോ രശ്മി മാഡം എന്തായാലും പറഞ്ഞു എൻ്റെ അടുത്ത്, എത്ര ഇതായാലും കുഴപ്പമില്ല, എത്ര അടുത്താണ്, ലീവ് എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്താന്ന് അറിയില്ല, എനിക്ക് ഗിരീഷ് സാറിനെ ആയാലും വ്യക്തിപരമായിട്ട് അറിയില്ല. പക്ഷെ സാറിന്റെ വല്ല എന്താ പറയാ മീറ്റിങ്ങിന്റെ
മൊബൈലിൽ ഇട്ടുണ്ടെങ്കിലായാലും എപ്പോഴായാലും ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് അടിച്ചു നോക്കുന്നുണ്ടെങ്കിൽ അത് ഗിരീഷ് ചാലക്കുടി സാറിന്റെ എന്തെങ്കിലും പരിപാടിയാണ് ഞാൻ അടിച്ചു നോക്കുക. ഈ സാറ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ എത്ര ഇതുണ്ടായാലും ഞാൻ ലീവ് എടുത്ത് വരും, എനിക്ക് സാറിനെ കാണണം, ഞാൻ എന്തായാലും ആ ദിവസം അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സാറിന്റെ അവിടെ വന്നു, സാറിന്റെ ക്ലാസ് കേട്ടു. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കുറച്ച് കുറവായിരുന്നു. അന്ന് എന്തൊക്കെയോ മഴയാ എന്തൊക്കെയോ ഇതുള്ള കാരണം കൊണ്ട് ആൾക്കാർ കുറച്ചായി. അപ്പൊ സാറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ശരിക്കും മുഖത്ത് നോക്കി പറയണ പോലെ സാറ് പറഞ്ഞു തന്നു. അപ്പൊ നമുക്ക് അതൊന്നും ശ്രദ്ധ വിടാൻ പറ്റണില്ല, അതിൽ തന്നെ നോക്ക്. ഞാനിപ്പോ എന്തെങ്കിലും ഇങ്ങോട്ട് ഇങ്ങനെ കണ്ടു തിരിച്ചിട്ടുണ്ടെങ്കിൽ സാറ് എന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിട്ട് ഇങ്ങനെ പറയണ പോലെ എനിക്ക് തോന്നും. അത് കഴിഞ്ഞ് സാറ് ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്ര വർഷം RCMലായിട്ട് എന്തുകൊണ്ട് ഒരു ഓപ്പണർ ലെവല് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്, എനിക്ക് RCM ചെയ്യണമെന്നുണ്ട് പക്ഷെ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാറ് പറഞ്ഞു RCMനായിട്ട് ഒരു പ്രത്യേക ഒരു സമയം 24 മണിക്കൂറിന്റെ ഇടയിൽ വേറെ വരില്ല, അത് നമ്മളായിട്ട് ഉണ്ടാക്കണം. ഷീബയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ സാറിന്റെ അടുത്തും പറഞ്ഞു. പക്ഷെ അതിനിടയിൽ കുറച്ച് സമയം 1 മണിക്കൂർ സമയം ഡെയിലി RCMനായിട്ട് മാറ്റിവെക്കുക. അത് അറിയണ പ്രൊഡക്റ്റുകൾ തന്നെ പഠിച്ച് പുതിയത് നമ്മുടെ ന്യൂട്രിചാർജ് പ്രൊഡക്റ്റിലേക്ക് കടക്കുക, അത് കുറേശ്ശെ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ഓരോ പ്രൊഡക്റ്റിനെയും കുറിച്ച് ഓരോ ദിവസം വായിച്ച് പഠിക്കുക. എന്നിട്ട് അതിനെ കുറിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ള 2-3 കണ്ടന്റ് പറഞ്ഞു കൊടുത്താൽ മതി ആൾക്കാർക്ക്. അവർക്ക് കേട്ടാൽ മനസ്സിലാവുന്ന വിധത്തിലുള്ള പോയിന്റുകൾ പറയുക. അല്ലാതെ വലിയ ക്ലാസ് എടുക്കാനോ പഠിക്കാനുള്ള അറിവുകളൊന്നും നമുക്കിപ്പോൾ ആവില്ല. അപ്പോ ഷീബ അത് അങ്ങനെ പറയൂന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ന്യൂട്രിചാർജ് വുമൺ പിന്നെ കുറേശ്ശെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൽ കൂടെ ഒരുപാട് റിസൾട്ട് കിട്ടിയ കാരണം കൊണ്ട് അത് എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല അത് കൊടുക്കാനായിട്ട്. കാരണം ഉപയോഗിച്ചു, അതിന് റിസൾട്ട് കിട്ടി. ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളൊന്നും ഉപയോഗിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സാധിച്ചിട്ടില്ല. അതെന്താന്ന് വെച്ചാൽ പ്രീ പ്രൊഡക്റ്റ് കിട്ടിയാൽ പോലും എനിക്കത് കഴിക്കാൻ പറ്റണ ഒരു സാഹചര്യം ഇല്ല. അതും പോലും വിറ്റ് സെയിലാക്കി പൈസ വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ ഞാന് അത് എന്താ പറയാ, ഫ്രീ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാ നമ്മുടെ ഷൈനി മാഡത്തിനോടുള്ള പ്രത്യേക നന്ദി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊൻവട്ടത്തിന്റെ പ്രോഗ്രാമില് രശ്മി മാഡം എന്നെ അലറാൻ വെക്കണ പോലെ എന്റെ 6 മണിയാകുമ്പോഴേക്കും വിളിച്ച് പറയും ഷീബ പൊൻവട്ടത്തിൽ കേറ്. കാരണം എന്റെ അറിവ് കുറവും എന്റെ കാര്യങ്ങൾ അറിയണ കാരണം കേറും, അതില് കുറച്ച് അതൊന്ന് അവസാനെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതിൽ പഠിക്കാനുള്ളതുണ്ട് എന്ന് പറയും. അപ്പോ അതിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ ഓരോരുത്തർ പറയണ അനുഭവങ്ങൾ കേൾക്കുമ്പോ നമുക്ക് ഉറപ്പാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതാണ്. അത് എന്തായാലും ഞാൻ ഉപയോഗിച്ചില്ലെങ്കിലും മറ്റുള്ളവർ ഉപയോഗിച്ച് ആരോഗ്യം കിട്ടിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് പറയാം. അല്ലെങ്കിൽ ഞാൻ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് 100% ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ 200% ഉപയോഗിച്ച പോലെയാണ് ഞാൻ അവരുടെ അടുത്ത് പറയുക, ആൾക്കാരുടെ അടുത്ത്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സംശയം ഞാൻ പറയണ കാര്യത്തിൽ വരാറില്ല. അപ്പോ ഞാന് അങ്ങനെ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും ആളുകളുടെ അടുത്ത് പറയും. അത് പറഞ്ഞുകൊണ്ടിരിക്കലാണ് ഗിരീഷ് സാറ് പറഞ്ഞ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് അമലയുടെ അവിടെ തന്നെ ഒരു വ്യാപാരി വ്യവസായിയുടെ കുറി കളക്ഷൻ എടുക്കാനുള്ള ഒരു ജോലി അവര് എടുത്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. മാസം ഒരു 3000 രൂപയുണ്ട്, 1 മണിക്കൂർ നേരത്തെ പണിയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും ഗിരീഷ് സാറിനെ വിളിച്ചു. സാറേ എനിക്ക് വീണ്ടും സമയമില്ലാണ്ടായി, ഇങ്ങനെ ഒരു കുറിയുടെ പണി കിട്ടിയിട്ടുണ്ട്, 3000 രൂപ കിട്ടും സാറേ. അപ്പൊ എനിക്ക് എന്തായാലും അത് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ രാത്രി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങളുണ്ട്, അപ്പൊ ഞാൻ ഇനി എപ്പോഴാ RCM ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു ഈ കുറി എന്ന് പറഞ്ഞ ഒരു സംഭവം കയ്യിൽ കിട്ടിയിട്ടുണ്ടല്ലോ, അത് മതിയില്ലേ, അത് ഓരോ കട ഷോപ്പുകളിലേക്ക് പോണതല്ലേ, അവിടെ ഷീബ RCM പറയോ, RCM പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വിജയിക്കാൻ പറ്റും, അത് ഉറപ്പാണ്. ആദ്യം തന്നെ എന്നോട് പറഞ്ഞു ഒരു 40 ആളുടെ പേരും ഫോൺ നമ്പറും കൂടിയിട്ട് എനിക്ക് നാളെ അയച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. വേഗം ഞാനത് പിറ്റേ ദിവസം വിളിക്കുന്ന സാറിന് അയച്ചു കൊടുത്തു. അപ്പൊ സാറ് പറഞ്ഞു ഈ ഒരു കാര്യം മതി, ഇങ്ങനെ പറഞ്ഞാൽ അനുസരിക്കണം, ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീബയ്ക്ക് RCMൽ വിജയിക്കാൻ പറ്റും. എന്തായാലും ഷീബ ഇപ്പൊ തൽക്കാലം ഓപ്പണർ മെയിൻറ്റെയിൻ ചെയ്ത് പോയേ പറ്റൂ, എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം ആ മാസങ്ങളൊക്കെ 5000 PV ചെയ്യുന്ന ആള് ഞാൻ 10000 PV ആക്കി. സാറിന്റെ മീറ്റിങ്ങോട് കൂടി 10000 PV തുടർച്ചയായിട്ടാക്കി. പിന്നെ കഴിഞ്ഞ മാസം ഓപ്പണറായി കഴിഞ്ഞ മുന്നിലത്തെ മാസം ഓപ്പണറായി. കഴിഞ്ഞ മാസം എന്റെ അക്കൗണ്ടിലേക്ക് 5042 രൂപ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ സുഭാഷ് സാറ് പറഞ്ഞത്
സാറിന് കമ്മീഷന് വേണ്ടിയിട്ടല്ല, എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാന്നുള്ളത് എനിക്ക് വ്യക്തമായി മനസ്സിലായി. കാരണം ഈ 5042 രൂപ 22 വർഷമായിട്ട് ഞാൻ എൻ്റെ മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി 10,000 ആണ്. അപ്പൊ അതിന്റെ 5042 വന്നു കഴിഞ്ഞപ്പോ എനിക്കിനി എന്തായാലും ഈ ലെവലിൽ എന്തായാലും ചെയ്യണം. അത് മാത്രം പോരാ, എനിക്കൊരു 10,000 രൂപയുടെ എക്സ്ട്രാ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആവശ്യമുണ്ട്. അപ്പൊ എനിക്കത് കൂട്ടി ചെയ്യണം എന്നുള്ള ഒരു ഇത് എനിക്ക് അക്കൗണ്ടിൽ ഇത്രയും പൈസ വന്നപ്പോ ബോധ്യായി, എനിക്കത് അങ്ങനെ ചെയ്യണം എന്ന് പോയി. അപ്പൊ ഞാൻ നമ്മുടെ സാധാ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ തന്നെ ഓരോ കടകളിൽ പോകുമ്പോ ഞാൻ അവരുടെ അടുത്ത് പേസ്റ്റിന്റെ കാര്യം പറയും, സോപ്പിന്റെ കാര്യം പറയും. അപ്പൊ ഞങ്ങളുടെ ഷോപ്പിന്റെ അപ്പുറത്ത് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 5-6 ഹോട്ടലുകളാണ്. ഈ ഹോട്ടലില് ഒരാൾ എൻ്റെ ഫ്രണ്ടാണ്, ചേച്ചി. അപ്പം അവര് കടയിലേക്ക് വരുമ്പോ അങ്ങനെ വർത്താനം പറയും. ഡെയിലി കളക്ഷന്റെ ബുക്ക് മേടിക്കാൻ ഉച്ചയ്ക്ക് പോവും. ഉച്ചയ്ക്ക് 20 മിനിറ്റ് ഭക്ഷണം കഴിക്കാൻ 10 മിനിറ്റ് കൊണ്ട് പോയി പുസ്തകം മേടിച്ചിട്ടാണ് വരിക. എന്നിട്ട്